എല്ലാവർക്കും നമസ്കാരം. ഉറക്കത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാലോ? ചിലർ വെറും 5-6 മണിക്കൂർ ഉറങ്ങിയാലും ദിവസം മുഴുവൻ ഫുൾ എനർജിയിലായിരിക്കും, അല്ലേ? പക്ഷെ നമ്മളോ 8-9 മണിക്കൂർ കിടന്നുറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷവും ഉണ്ടാവില്ല. എന്തായിരിക്കും ഇതിനു പിന്നിലെ രഹസ്യം? കൂടുതൽ മണിക്കൂറുകൾ ഉറങ്ങുന്നതിലല്ല, മറിച്ച് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിലാണ് കാര്യം. കുറച്ചുറങ്ങി കൂടുതൽ ഉന്മേഷം നേടുന്നതിന്റെ ശാസ്ത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഈയൊരു ചോദ്യം, സത്യം പറഞ്ഞാൽ ഇത് നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു ഫീലിംഗ് ആണ്, അല്ലേ? രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ടും രാവിലെ അലാറം ഓഫ് ചെയ്യുമ്പോൾ ശരീരത്തിനൊരു ഭാരവും മനസ്സിനൊരു മൂടലും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും അനുഭവിക്കുന്ന ഒന്നാണ്. ഇതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാം. ഇവിടെയാണ് ആ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. കൂടുതൽ മണിക്കൂറുകൾ കിടന്നതുകൊണ്ട് കൂടുതൽ ഉന്മേഷം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ചിട്ടയായ 5 മണിക്കൂർ ഉറക്കം തരുന്ന ആ ഒരു ഫ്രഷ്നെസ് താളം തെറ്റിയ 8 മണിക്കൂർ ഉറക്കത്തിന് തരാൻ കഴിഞ്ഞെന്നു വരില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉറക്കത്തിന്റെ അളവല്ല, അതിന്റെ ഗുണമേന്മയാണ് യഥാർത്ഥ ഹീറോ. എങ്ങനെയാണ് ഈ ഗുണമേന്മ ഉറപ്പാക്കുക? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഉറക്കത്തെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ക്വാളിറ്റി പ്രധാനമാകുന്നു? എന്താണ് ഈ സ്ലീപ്പ് സൈക്കിളുകൾ? നമ്മുടെ ശരീരത്തിനുള്ളിലെ ആ സ്വന്തം ക്ലോക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഉറങ്ങാൻ തയ്യാറെടുക്കാനുള്ള 3-2-1 എന്ന പവർ ഡൗൺ രീതി. പിന്നെ ഏറ്റവും പ്രധാനമായി ഉന്മേഷത്തോടെ ഉണരാനുള്ള ശരിയായ വഴി. നമ്മുടെ ആദ്യത്തെ പോയിന്റ്, ഉറക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്നൊരാശയമാണിത്. നമ്മുടെ തലച്ചോറിന് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്നതിലല്ല, എത്ര സമ്പൂർണമായ ഉറക്കചക്രങ്ങളുടെ, അതായത് സ്ലീപ്പ് സൈക്കിളുകളുടെ കടന്നുപോയി എന്നതിലാണ് കാര്യം. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നിങ്ങൾ എത്ര മണിക്കൂർ കിടക്കയിലുണ്ടെന്നതിലല്ല കാര്യം. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിനും ശരീരത്തിനും എത്രത്തോളം നല്ല ആഴത്തിലുള്ള വിശ്രമം കിട്ടി എന്നതിലാണ്. നമ്മുടെ തലച്ചോറിന്റെ റിക്കവറി മോഡ് കംപ്ലീറ്റ് ആകുന്നത് ഈ ക്വാളിറ്റിയുള്ള വിശ്രമത്തിലാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ക്വാളിറ്റിയുള്ള ഉറക്കം? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയണം. അതാണ് സ്ലീപ്പ് സൈക്കിളുകൾ. നമ്മുടെ വിശ്രമത്തിലെ ഏറ്റവും നിർണായകമായ 2 ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 90 മിനിറ്റുള്ള ഒരു പ്രോസസ്സാണ്. ഈ സമയത്ത് നമ്മുടെ തലച്ചോറ് ഉറക്കത്തിന്റെ പല സ്റ്റേജുകളിലൂടെ കടന്നുപോകും. മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ ഓരോ രാത്രിയും നമ്മൾ ഇങ്ങനെയുള്ള 4-5 സൈക്കിളുകൾ പൂർത്തിയാക്കണം. ഈ 90 മിനിറ്റിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തത് ഡീപ് സ്ലീപ്പ്. ഈ സമയത്താണ് നമ്മുടെ ബോഡി സ്വയം റിപ്പയർ ചെയ്യുന്നത്, ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ. രണ്ടാമത്തത് REM സ്ലീപ്പ്. ഇവിടെയാണ് ബ്രെയിൻ അന്നത്തെ ഓർമ്മകളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത്. ഈ 2 ഘട്ടങ്ങളും കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഉറക്കം ശരിക്കും എഫക്റ്റീവ് ആകുന്നത്. പക്ഷേ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നമ്മൾ മൊബൈൽ നോക്കുക, ചായയോ കാപ്പിയോ കുടിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് അടിച്ചിരിക്കുക. ഇതൊക്കെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ തടസ്സപ്പെടുത്തും. ഇതിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റഡ് സ്ലീപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ ശരീരം കിടക്കയിലായിരിക്കും, പക്ഷെ തലച്ചോറിന് ആവശ്യമായ ആ ഡീപ്പ് റിക്കവറി കിട്ടുന്നില്ല. 8 മണിക്കൂർ ഉറങ്ങിയിട്ടും രാവിലെ ക്ഷീണം തോന്നുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു സൂപ്പർ പവറിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ സ്വന്തം ഇന്റേണൽ ബോഡി ക്ലോക്ക്. സ്ഥിരമായി ഒരേ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പവറിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെയെല്ലാം ശരീരത്തിൽ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ക്ലോക്കുണ്ട്, ഒരു 24 മണിക്കൂർ ക്ലോക്ക്. എപ്പോ ഉണരണം, എപ്പോ ഉറങ്ങണം എന്നൊക്കെ നമ്മുടെ ശരീരത്തോട് പറയുന്നത് ഈ ആളാണ്. ഇരുട്ടാകുമ്പോൾ ഉറക്കത്തിന്റെ ഹോർമോണായ മെലാറ്റോണിൻ ഉണ്ടാക്കാൻ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുന്നതും ഈ ക്ലോക്ക് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഓരോ ദിവസവും ഓരോ സമയത്താണ് ഉറങ്ങുന്നതെങ്കിൽ ഈ ക്ലോക്ക് ആകെ കൺഫ്യൂഷനിലാകും. എപ്പോഴാണ് മെലാറ്റോണിൻ ഉണ്ടാക്കേണ്ടതെന്ന് അതിനൊരു പിടിയും കിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റ് ഒരേ ടൈമിൽ ഉറങ്ങുകയും ഉണരുകയും ചെയ്താൽ ബ്രെയിൻ ആ പാറ്റേൺ പഠിക്കും. പിന്നെ ഒന്നും നോക്കണ്ട, കൃത്യസമയത്ത് ഓട്ടോമാറ്റിക്കായി മെലാറ്റോണിൻ വരും, നിങ്ങൾക്ക് നല്ല നാച്ചുറൽ ഉറക്കവും കിട്ടും. ശരി, ഇനി നമുക്ക് വളരെ പ്രാക്ടിക്കലായ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ തലച്ചോറിനെ ഉറക്കത്തിലേക്ക് പതുക്കെ കൊണ്ടുപോകുന്ന ഒരു രീതി. ഓർക്കാൻ വളരെ എളുപ്പമുള്ളൊരു പേരാണിതിന്, 3-2-1 പവർ ഡൗൺ റൂൾ. ഇതിന്റെ പിന്നിലെ സൈക്കോളജിയെ കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് എന്നൊക്കെ പറയും. സംഭവം സിമ്പിളാണ്. ദിവസത്തെ ടെൻഷനൊക്കെ മാറ്റിവെച്ച്, ഓക്കെ, ഇനി റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്, എല്ലാം സേഫാണ് എന്ന് നമ്മുടെ ബ്രെയിനൊരു സിഗ്നൽ കൊടുക്കുക. അത്രയുള്ളൂ. അപ്പോൾ എന്താണ് ഈ 3-2-1 റൂള്? വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ് ഹെവി ഫുഡ് നിർത്തുക.
സ്റ്റെപ്പ് 2 2 മണിക്കൂർ മുൻപ് ജോലിയും തലപുകയ്ക്കുന്ന ചിന്തകളും നിർത്തുക. സ്റ്റെപ്പ് 3 1 മണിക്കൂർ മുൻപ് മൊബൈൽ, TV, ലാപ്ടോപ്പ് എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്യുക. ഇത്രയും സിമ്പിളായൊരു റൊട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ തലച്ചോറ് ഭയങ്കര ആക്റ്റീവായ ഒരു ബീറ്റാ സ്റ്റേറ്റിൽ നിന്ന് റിലാക്സ്ഡ് ആയ ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് മാറും. ഇത് നല്ല നാച്ചുറൽ ഉറക്കം കിട്ടാൻ സഹായിക്കും. ഓക്കേ, നന്നായി ഉറങ്ങുന്ന കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നന്നായി ഉണരുന്നത്. ആ രാവിലത്തെ മടിയില്ലേ, ഒരു ഉന്മേഷമില്ലായ്മ, അതിനെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. രാവിലെ അലാറം കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു മയക്കം, എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. ഇതിനൊരു പേരുണ്ട്, സ്ലീപ്പ് ഇനേർഷ്യ. സാധാരണയായി നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമ്പോൾ അലാറം അടിച്ചെഴുന്നേൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതൊഴിവാക്കാൻ ഒരു 90 മിനിറ്റ് റൂളുണ്ട്. നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിള് ഏകദേശം 90 മിനിറ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉറക്കം പ്ലാൻ ചെയ്യുമ്പോൾ ഈ 90 മിനിറ്റിന്റെ കണക്കിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഒന്നുകിൽ 4.5 മണിക്കൂർ, അല്ലെങ്കിൽ 6 മണിക്കൂർ, അല്ലെങ്കിൽ 7.5 മണിക്കൂർ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എഴുന്നേറ്റാൽ നല്ല ഫ്രഷ് ആയിരിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഉണർന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ 10 മിനിറ്റ്, ആ 10 മിനിറ്റിന് നമ്മുടെ ആ ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റും. അത്രയും പവർഫുള്ളാണ് ആ സമയം. ഉണർന്ന ഉടനെ ചെയ്യാൻ പറ്റുന്ന 3 സിമ്പിൾ കാര്യങ്ങൾ. 1. നേരെ പോയി കുറച്ച് സൂര്യപ്രകാശം കൊള്ളുക. ഇത് സെറോട്ടോണിൻ ഉണ്ടാക്കും, നമുക്ക് നല്ല ഫോക്കസും എനർജിയും കിട്ടും. 2. ചെറിയ എന്തെങ്കിലും എക്സസൈസ്. ഇത് മോട്ടിവേഷൻ തരുന്ന ഡോപ്പമൈൻ റിലീസ് ചെയ്യും. 3. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഇത് നമ്മളെ ഉഷാറാക്കുന്ന നോറെപെനിഫ്രിൻ തരും. അതുകൊണ്ട് നമുക്ക് ഉറക്കത്തെ കാണുന്ന രീതി തന്നെ മാറ്റാം. ഉറക്കം ഒരു മടിയല്ല, വെറുതെ സമയം കളയലുമല്ല. അത് നമ്മുടെ ബ്രെയിനിന്റെ റിക്കവറി മോഡാണ്. സ്വയം ഹീൽ ചെയ്യാനും അടുത്ത ദിവസത്തേക്ക് റെഡിയാകാനുമുള്ള ഒരു അവസരം. അപ്പോൾ ഇതിൽ നിന്നുള്ള ടേക്ക് അവേ വളരെ സിമ്പിളാണ്. കൂടുതൽ നേരം ഉറങ്ങുന്നതിലല്ല, സ്മാർട്ടായി ഉറങ്ങുന്നതിലാണ് കാര്യം. നമ്മുടെ ബ്രെയിനിന് വേണ്ട ആ ഒരു ശരിയായ വിശ്രമം കൊടുത്താൽ നമ്മുടെ മനസ്സ് ക്ലിയറാകും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റും. അപ്പം ഞാൻ അവസാനം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ തലച്ചോറിന് ശരിക്കും വേണ്ട ആ ഒരു വിശ്രമം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം നിങ്ങളുടെ ഉറക്കത്തിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ.